ചെറിയ മിക്സ് ഉണ്ട്, എന്നാലും സീനില്ല. എവിടെ നോക്കട്ടെ. എന്താണിത്? കടുകണ്ണേ എഞ്ചിൻ ഓയിലും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നീ 1 ലിറ്റർ ബുക്ക് ചെയ്തത്? വിളിച്ച് ക്യാൻസൽ ചെയ്യടാ. എടാ നല്ല ഡീലാണ്, പൈസ കുറവാണ്. ഒന്ന് പോയാടാ. അല്ലെങ്കിൽ തന്നെ ഇപ്പത്തെ പിള്ളേർ വലിക്കണം മൊത്തം ഗ്രീസും പെറ്റാടിയനും പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെയാണ്. അതിന് നമ്മ എന്ത് ചെയ്യാനാണ്? എടാ ഇതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ജിത്തുവിനെ പോലെ പോവും. പിന്നെ നല്ല ഓയിൽ അടിച്ചാലും ട്രിപ്പ് ആവൂല. ജിത്തുവിന് ഇപ്പൊ വിഷം മതി. എങ്കിൽ നീ പോയി നല്ല ഡീല് കണ്ടുപിടി. എടാ നല്ല ഓയിൽ കിട്ടിയില്ലെങ്കിൽ വിൽക്കണ്ട. ഇതൊക്കെ ആയിട്ട് പോലീസ് പിടിച്ചുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. എഞ്ചിൻ ഓയിലായിട്ടൊക്കെ പൊക്കിയിട്ട് അന്തർ പോണ അവസ്ഥ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ കിട്ടണ സാധനമല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. എടാ വലിക്കണവന്മാർക്കാ ബോധമില്ല. നമ്മ ബുഷിയണവന്മാർക്കെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അങ്ങനെയൊക്കെ നോക്കി ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. മനു, ഈ കാലത്ത് അടി തുടങ്ങണ പിള്ളേരൊക്കെ വിഷം മാത്രമേ വലിച്ചിട്ടുള്ളൂ. അവന്മാരെയൊക്കെ ലെങ്സ് വെച്ചാൽ നമ്മ കളിക്കണം. സ്വന്തം ഇഷ്ടത്തിനല്ലേ വലിക്കണം, വലിച്ചു ചാവട്ടാ. എടാ ഒന്നാമതേ കുറെ എലിവശം ചുണ്ണാമ്പൊക്കെ പിള്ളേർ വലിച്ചേട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഈ മാരകം കൂടി അവന്മാര് വലിച്ചേറ്റി കഴിഞ്ഞാൽ അവന്മാര് ശരിക്കും തട്ടിപ്പോവും കുറച്ചാൾ കഴിയുമ്പോ. എടാ നമ്മ എന്ത് ചെയ്യണമെന്നാ നീ പറഞ്ഞു തന്നത്? ബുഷിങ് നിർത്താ, എന്നിട്ട് വല്ല പണിക്കും പോവാ. എനിക്ക് പോയാ പിള്ളേരെ ബ്രാക്ക് മേടിച്ച് നരകത്തിൽ പോവാ. നമ്മ ജീവിക്കണ തന്നെ നരകത്തില്ല, അതുകൊണ്ട് സ്വർഗത്തിൽ പോവാന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. ഈ പോയിസം വിറ്റിട്ട് പിടിച്ചാലും പോലീസുകാരെ നമ്മളെ അന്തരത്തിക്കൊന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണം, ഞാൻ ഈ പരിപാടി നിർത്തി. ഇനി നീയായി നിന്റെ പാടായി. നീ ആ ഡീലെടുത്ത് വല്ല വിളക്കും കത്തിച്ച് കളിക്ക്. എനിക്കൊന്നും ഇനി അറിയണ്ട. നമ്മ തമ്മിൽ ഇനി ഇങ്ങനെ ഒരു കണക്ഷനും ഇല്ല.